ദീപം ദീപം ദീപം. ചേട്ടൻ ഇന്നെന്താ നേരത്തെ? നേരത്തെ രാവിലെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ സാധിച്ചു. അല്ല, ചേട്ടൻ എന്താ ഒരു പതർച്ച? പതർച്ച എനിക്കോ? ഞാൻ ഇന്നാണ് തീരെ പതറാത്ത ദിവസം. അല്ല അല്ല, ഒരു വളർച്ചയുണ്ട്. ഇപ്പൊ പതർച്ച മാറി വളർച്ചയായോ? നിനക്കിത് എന്ത് പറ്റി? അമ്മേ അമ്മേ അമ്മേ, ഊണെടുക്ക്. ഊണോ? സന്ധ്യാസമയത്ത് ഇവിടെ ആരാ ഊണ് കഴിക്കുന്നത്? ചായ എടുക്ക്. ഇവിടെ എല്ലാവർക്കും എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നും ചേട്ടന്റെ വിവരമൊന്നുമില്ലല്ലോ. നാളെ നീ സിംഗപ്പൂർക്കൊന്ന് ഫോൺ ചെയ്യും. അവരൊക്കെ വന്നു കാണാൻ കൊതിയായി. കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണല്ലേ നന്ദേട്ടാ? നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. അവളെ പോലെ വേഷം കെട്ടി നടക്കാനല്ലേ നിനക്കും? രാധ വളർന്നത് സിംഗപ്പൂരിലാ. ആ പത്രാസും ഗമയും ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല. ആ കുട്ടിക്ക് ഒരു പത്രാസും ഇല്ല. പാവാ. ഇവർക്കൊന്നും പറഞ്ഞാ മനസ്സിലാകാത്ത എന്താ? മനസ്സിലാകാത്തത് ചേട്ടനാ. ദേ, ഉള്ള സമയം കൊണ്ട് കുറച്ച് ഡിസ്കോ ഡാൻസോ ബ്രേക്ക് ഡാൻസോ ഹോഴ്സ് റൈഡിങ്ങോ ഒക്കെ പഠിച്ചൊന്ന് മോഡേൺ ആവാൻ നോക്കും. പിന്നെ രാജുവിനൊപ്പം പിടിച്ചു നിന്നില്ലെങ്കിലേ ഷെയിമാണേ. അമ്മേ, അമ്മ തന്നെ പറഞ്ഞ് കല്യാണം വേണ്ടെന്ന് വെക്കണം. എന്താ ഈ പറയണേ? ഏട്ടൻ പണ്ടേ തീരുമാനിച്ചല്ലേ നിങ്ങളുടെ കല്യാണം? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഏട്ടന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോ നീ സ്കൂളിലും ഗീത ഒക്കത്തും ഇരിക്കുന്ന പ്രായം. പിന്നെ എനിക്ക് ഏട്ടനെ ഉണ്ടായിട്ടുള്ളൂ. ആ കുട്ടിക്ക് എന്തോ ഒരു കുറവ്. നീ അമ്മാവൻ പറയണ അനുസരിക്കാൻ നോക്കുക, അതാ നല്ലത്. ഇവര് സംഭവം വഷളാക്കി അടങ്ങും. ഈ ചേട്ടനൊരു കാര്യം. എന്ത് പണിയാ ചേട്ടാ ഇത്? അമ്മാവന്റെ ടെലഗ്രാം വന്ന വിവരം ചേട്ടൻ എന്താ പറയാഞ്ഞേ? ടെലഗ്രാമോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല പോലും. എന്താ മോളെ, ദാ ഇത് കണ്ടോ അമ്മേ? അടുത്ത ആഴ്ച അമ്മാവനും മറ്റേ എത്തുന്നുള്ളതിന്റെ ടെലഗ്രാമാ. സമാധാനായി. ഇപ്പൊ വന്നതാ? അല്ല, ചേട്ടന്റെ പോക്കറ്റിൽ തട്ടിയതാ. ഞാൻ ചേട്ടന്റെ വിവരങ്ങൾ അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നീ എന്താ നന്ദു എന്നോടൊന്നും പറയാഞ്ഞത്? അല്ല, ഒരു ഷോക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഷോക്കോ? ചേട്ടൻ വരുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? അതല്ല, ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഷോക്ക് വരാമല്ലോ. അതുകൊണ്ട് അവകാശം പറയാമെന്ന് വിചാരിച്ചു. നീ എന്തൊക്കെയാ പറയണേ? ആ ഗോപാലനാരെ പോയി വിവരം അറിയിക്കേ. ആ ബംഗ്ലാവ് ഏത് കോലത്തിലാണോ പോയിരിക്കണത്? ഷർട്ട് അലക്കാൻ എടുത്തപ്പോ ഭാഗ്യത്തിനാ പോക്കറ്റിൽ നിന്ന് കിട്ടിയത്. നനഞ്ഞ ടെലഗ്രാം കുതിർന്നു പോയെങ്കിൽ എന്തായേനെ? ടെലഗ്രാം കുതിർന്നു പോയാലും അവർ വരാതിരിക്കില്ല. ടെലഗ്രാം ഒളിപ്പിച്ചു വെച്ചാ അവർ വരാതിരിക്കോ? ഓ, ഒരു എഞ്ചിനീയർ. അതെ, സൂക്ഷിച്ചടക്കി വെക്കണം. കംപ്ലീറ്റ് ഉത്തരവാദിത്വം കൊടുത്ത് ഞാൻ ആകെ ടെൻഷനിലിരിക്കാം. മുതലാളി വന്ന് കണ്ടാൽ എല്ലാം ക്ലീൻ ആയിരിക്കണം. ഗോപാലേട്ടാ, 3 കഴിഞ്ഞു. ടെൻഷന്റെ ഇടയില് എണ്ണം തെറ്റി പോവല്ലേ? നീ ഒന്നും എന്നെ എണ്ണം പഠിപ്പിക്കണ്ട, പറഞ്ഞേക്കാം. ഗോപാലന്മാരെ, ആ അടുക്കള ഭാഗത്തില്ല അപ്പടി മാറാലേ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇവരോട് അത് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയും. ആ, ഞങ്ങൾ ഇറങ്ങുന്നു. നേരെ സന്ധ്യയായി. ഇതാ താക്കോല്. ആ, പോകുമ്പോ ഗേറ്റ് കൂട്ടാൻ മറക്കണ്ട. ഇല്ല. അതെ, 4ാമത്തെ കഴിഞ്ഞു. മുട്ടിപ്പം മടങ്ങിയത് തന്നെ. എടാ, 4 അല്ല 40 ആയാലും ഗോപാലൻ നായർ സ്റ്റഡി ആയിരിക്കും. എന്റെ മുട്ടുമടങ്ങുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കടാ. മുട്ടുമടങ്ങിയടാ, അകത്തോട്ട് പോകാതെ. എന്റെ മുട്ടൊക്കെ ഉണ്ടാ. നമ്മുടെ എവിടെ? ശരി. അതെ, അല്ല, എക്സ്ക്യൂസ് മീ. ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ, നമ്മുടെ വേണുവിനെ കണ്ടോ? ഓ, വേണു. ഇതൊന്ന് പിടിച്ചേ. ആരെയാ ചോദിച്ചേ? വേണു. ഓ, നെടുമുടി വേണുവാ? അല്ലല്ല, നമ്മുടെ രാഷ്ട്രീയത്തിലെ വേണു. പ്രതിപക്ഷത്തെ വേണു? അല്ല, ഭരണകക്ഷിയാ. ഓ, KC വേണുഗോപാൽ? അല്ലല്ല, ഇത് ലോക്കൽ വേണുവാ. അതൊക്കെ പോട്ടെ.
വേണുവും നിങ്ങളുമായുള്ള ബന്ധം? ബന്ധോ? സുഹൃത്ത് ബന്ധം. ഇതൊന്ന് പിടിച്ചേ. അതോടെ ഇരിക്കട്ടെ. വേണുവിനെ ഇപ്പൊ കാണേണ്ട ആവശ്യം? ആവശ്യമൊക്കെ ഉണ്ട്. ഇയാളെ എന്താ പിടിക്കാൻ. ഉദ്ദേശം? പിടിക്കാനാ പറഞ്ഞത്. കാര്യം പറഞ്ഞു കളിക്കല്ലേ? പിടിക്കണം. പിടിക്കാനാ പറഞ്ഞത്. എനിക്ക് കാര്യം പറയൂ. ഇതാരും മിസ്റ്റർ നന്ദഗോപാൽ, നമ്മുടെ വേണു ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളെ കാണുമ്പോ ചോദിക്കാതിരിക്കായിരുന്നു. അവനെ കണ്ട ഞാനൊന്ന് അന്വേഷിച്ചായിട്ട് പറഞ്ഞേര്. മാഷേ, അല്ല ഈ വേണു അല്ല കെ വേണു. തന്റെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കല്ലേ. തന്റെ വീട് എനിക്കറിയാം. താൻ 10 ദിവസം ഇരുട്ട തുടങ്ങും. മനസ്സിലായില്ലേ? ഫ്യൂസ് ഞാൻ ഊരും. മാഷേ, വേണു വന്നില്ലേ? ഇല്ല, ജിമ്മി കാണും. ജിമ്മിനില്ല. എന്നാ പിന്നെ പോലീസ് സ്റ്റേഷനിലാവും. ഇനി അവിടെ കൂടെ നോക്കാനുള്ളു. സോറി സർ, ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു. പ്രതികളെ എങ്ങനെ പിടിക്കണമെന്നതിനെ കുറിച്ച് ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു. എന്ത് പദ്ധതി? എന്നോട് ക്ഷമിക്കണം സാർ, ഇനിമേൽ ഞാൻ ഉറങ്ങില്ല. ആഹാ, നീയായിരുന്നോ? ഇന്നെന്താ ഒറ്റയ്ക്ക്? വേണു വന്നില്ലേ? ഇവിടെ എത്തിയിട്ടില്ലേ? ഞാൻ അവനെ അന്വേഷിച്ചു വന്നാ. ഞാൻ മലയ്ക്ക് പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ മുതലേ അവനെ കണ്ടിട്ടില്ല. ഇനി ഞാൻ മാലയിട്ടു എന്ന് അറിഞ്ഞപ്പോ അവന്റെ സ്വഭാവം നന്നായി കാണോ? അങ്ങനെ വരാൻ വഴിയില്ല. ആ ക്ലബിലൊന്ന് അന്വേഷിക്കും. ദാമോട്ടം വരുന്നില്ലേ? മാലയിട്ടുകൊണ്ട് ക്ലബിലേക്കോ? പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ വന്നു വല്ല വടയോ ദോശയോ കുറച്ചുകൊണ്ടിരിക്കാം. വെജിറ്റേറിയൻ ആണല്ലോ. അത് ശരിയാവില്ല. മാലയൊക്കെ അഴിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം. വരട്ടെ. ഈ വേണു എന്ന് പറഞ്ഞ ആൾ ഇങ്ങോട്ട് വന്നു. വന്നില്ലല്ലോ. വേണു, എഴുന്നേറ്റെ. എടാ, ഈ കളി ഒന്ന് കഴിഞ്ഞോട്ടെ. ഒരു കളിയില്ല. എഴുന്നേറ്റ്. ഞാൻ അത്യാവശ്യം കേൾക്ക്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. ഒന്നും പറയണ്ട. ഓ, നിന്നെ തിരഞ്ഞ് ജിമ്മിലും കരാട്ട ക്ലാസ്സിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കറങ്ങി. ആന്ധ്രയിലെ പ്രശ്നം നീ അറിഞ്ഞില്ലേ? ഓ, തുടങ്ങി. അതുകൊണ്ട് കരാട്ടെ ക്ലാസ്സിന് ജിമ്മിൽ പോവാൻ എന്റെ മനസ്സനുവദിച്ചില്ല. പിന്നെ ദാമോട്ട് ശബരിമലക്ക് പോകാൻ മാലിട്ടേക്കല്ല. അതൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അല്ല, എന്തെത്ര കാര്യമായിട്ട്? എന്റെ അമ്മാവൻ വരുന്നു. എന്ന് മുതൽ ഏത് തിയേറ്ററിൽ? എടാ, എന്റെ അമ്മാവൻ സിംഗപ്പൂരിൽ നിന്ന് വരുന്നെന്ന്. ഞാൻ വിചാരിച്ചത് പുതിയ സിനിമയുടെ കാര്യമാണെന്ന്. അല്ല, അങ്ങനെ ഇടക്കിടക്ക് വരാറുള്ളതല്ലേ? ഇത് അതുപോലെയല്ല. പുള്ളിക്കാരൻ അവിടുത്തെ എല്ലാം മതിയാക്കി ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങേര് വളരെ നല്ല മനുഷ്യനാണ്. എന്താ വല്ല സ്വീകരണം അറേഞ്ച് ചെയ്യണോ? അങ്ങേര് നല്ല മനുഷ്യനാണെന്ന് എനിക്കറിഞ്ഞൂടെ? എടാ, ഇതൊന്നും അല്ല പ്രശ്നം. അമ്മാവൻ വന്നാലുടനെ ഞാനും രാധവും തമ്മിലുള്ള കല്യാണം നടത്തും. കോൾ അടിച്ചല്ലോ. നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇപ്പൊ സുന്ദരിയായ ഒരു പെണ്ണും പിന്നെ നിന്റെ അമ്മാവന്റെ കയ്യിൽ നിറയെ സിംഗപ്പൂർ വെള്ളിയും. നിനക്ക് അതൊക്കെയല്ലേ നോട്ടം? എടാ, എനിക്ക് അവളെ കെട്ടണ്ട. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ അവളും ചേരൂലെന്ന്? അവൾക്ക് നീ ചേരൂല എന്നുള്ളത് ഉറപ്പ്. നീ തമാശ കള വേണു. അവളുടെ പുച്ഛത്തിലുള്ള പെരുമാറ്റവും തന്റെ ഇടവും അഹങ്കാരവും ഒന്നും എനിക്ക് ശരിയാവില്ല. എന്റെ പ്രശ്നം നിന്നോടല്ലാതെ പിന്നെ ആരോടാ പറയുക? അമ്മയെ കൊണ്ട് പറയിച്ചൂടെ? അമ്മയ്ക്ക് അമ്മാവനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നിനക്കറിഞ്ഞൂടെ? അമ്മ പറയുന്ന പ്രശ്നമില്ല. എന്നാ പിന്നെ നിനക്ക് തന്നെ. അതും എനിക്ക് കഴിയില്ല. അമ്മാവന് അച്ഛന്റെയും കൂടെ സ്ഥാനമാണ്. ഹലോ, എന്നെ കാണാൻ വന്നതോ അത് വീട്ടിലേക്ക് പോകുന്ന വഴിയോ? തന്നെ കാണുകയും വേണം, വീട്ടിലേക്ക് പോവുകയും വേണം. എന്താ എന്റെ കൂടെ വീട്ടിലേക്ക് പോയിരുന്നോ? സമയാകുമ്പോ വന്നാ പോരെ? ഇപ്പോഴേ വന്ന ചേട്ടൻ ജോലിന് പിരിച്ചുവിടും. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ചേട്ടനെന്നാ കരുതിയേ? ഞാനും ചേട്ടനെ പോലെ ഗവൺമെന്റ് എംപ്ലോയിയാ. അല്ലെങ്കിൽ നിന്റെ ചേട്ടന്റെ കല്യാണം ഉടനെ ഉണ്ടാവുന്ന കേട്ടല്ലോ. അതിന്റെ കൂടെ നമ്മുടെ നടത്തി തരാൻ പറഞ്ഞാലോ? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം നടന്ന പോലെ തന്നെ. അങ്ങനെ രാധുവിന് വേണ്ടെന്നൊക്കെയാ പറയുന്നത്. ഗീത പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. നല്ല കുട്ടിയല്ലേ രാധു. പിന്നെന്താ? വേഷത്തിലും പെരുമാറ്റത്തിലും എല്ലാം രാധുവിനൊരു സിറ്റി ടച്ച് ഉണ്ട്. അത് പുള്ളിക്കാരന് ഇഷ്ടമല്ല, അത്ര തന്നെ. അയ്യോ, നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എനിക്ക് സിറ്റിയും ഫാഷനും ഒക്കെ തന്നെ ഇഷ്ടം. അതെ, ഇപ്പൊ ഞാൻ പോട്ടെ, നാളെ വരില്ല കേട്ടോ. എന്റെ ഈശ്വര, ഇനി ഒരുത്തനും രാഷ്ട്രീയക്കാരെ ജനിപ്പിച്ചേക്കല്ലേ. നേരം പുറത്തെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യേണ്ടത്. എങ്ങനെ എന്റെ പഠിപ്പും കോളേജൊക്കെ? പത്രം വായിക്കാറില്ലേ നേതാവ്? ഇന്ന് വിദ്യാഭ്യാസ ബന്ധാ. കുട്ടി പത്രം വായിക്കാറില്ലേ? വിദ്യാഭ്യാസമുള്ളവരൊക്കെ ബന്ധിനെതിരാ. ഈ ഞാനും ഈ ബന്ധം. 2 ദിവസം ആയാലും വേണുവിനെ കണ്ടിട്ട് വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു. തിരക്കിന്റെ കാര്യമൊന്നും പറയണ്ട. ആന്ധ്രയില് അത് പോട്ടെ, നന്ദുവിന്റെ അമ്മാവൻ വരുന്നെന്ന് കേട്ടല്ലോ. അതെ, എല്ലാ തവണ വെക്കേഷൻ വരുമ്പോഴും പറയും അടുത്ത തവണ തിരിച്ചു പോവില്ലാന്ന്. എത്ര കാലാന്ന് വെച്ചിട്ട് അന്യനാട്ടിൽ ഇങ്ങനെ. തന്നെ ഇത്തവണത്തെ വരവിലൊരു വിശേഷം കൂടി ഉണ്ടാവും. നന്ദുവേട്ടന്റെ കല്യാണം എന്തിനാ വെച്ച് താമസിപ്പിക്കണേ അല്ലേ വേണു? തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുത്ത് നന്നായി. അല്ലെങ്കിൽ ഒന്നും വെച്ച് താമസിപ്പിക്കരുത്. അവനും പറഞ്ഞു കല്യാണം ഉടനെ ഉണ്ടാവുമെന്ന്. അറേഞ്ച്മെന്റ് ഒക്കെ നമ്മുടെ തലയിലായിരിക്കും. ഇങ്ങനെ ഇരിക്കും. എടാ, ഇങ്ങോട്ട് ഇരിക്കാൻ. അവിടെ ഇരിക്കും. അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ വേണു? അവൻ പറയണത് അവന് കല്യാണം വേണ്ടെന്നാ.
അവൻ അങ്ങനെയൊക്കെ പറയും. അതൊന്നും കാര്യാക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. കൈവിട്. അന്യ വീട്ടിലെ കുട്ടിയൊന്നും അല്ലല്ലോ. കൂടുതലായിട്ട് ഇനി ഒന്നും ആലോചിക്കാനില്ല. ഏതായാലും അതൊരു വലിയ ഭാഗ്യമായി. എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്ന ഞാൻ പണ്ട് കല്യാണം കഴിച്ചേനെ. ഇല്ലാതിരുന്നത് മഹാഭാഗ്യമായി. നീ ഒന്ന് തെന്നിച്ചേ, അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു. ആര്? അമ്മ ഒരു ചായ എടുത്ത. അതിനൊന്നും ഇപ്പൊ സമയമില്ല. മറ്റേ കേസ് ഒത്തുതീർപ്പാക്കണ്ടേ? ഏത് കേസ്? നിന്നെ ഒരുത്തൻ കരിങ്കാരി വേണമെന്ന് വിളിച്ചില്ലേ, ആ കേസ്. ഇങ്ങോട്ട് വന്നേ. നീ വാ. എന്റെ വേണു, ഞാനൊരു കാര്യം പറയാം. നന്ദുവിനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കണം. എന്നിട്ട് വേണം എനിക്ക് സിംഗപ്പൂരൊക്കെ ഒന്ന് കാണാൻ. ഞാനും ഉണ്ട് സിംഗപ്പൂർക്ക്. നിങ്ങൾ പോയാൽ ഞാൻ ഒറ്റയ്ക്കാവൂലേ? ഇല്ലേ? നന്ദുവിന്റെ കല്യാണം നടന്നിട്ട് ദാമോട്ട സിംഗപ്പൂര് പോലെ തന്നെ. ഒരു പോലീസുകാരന് സിംഗപ്പൂർ കാണാൻ ആഗ്രഹിച്ചുകൂടെ വേണു? എന്നൊരു കാര്യം ചെയ്യും. നിനക്ക് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുണ്ടല്ലോ. നീ എനിക്ക് സിംഗപ്പൂർക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങിച്ചാ? വേണം വിചാരിച്ച നടക്കാതിരിക്കുവോ? ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ബുദ്ധിമുട്ടാവില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. മണി 10 ഇനി ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്ന് വരാൻ നേരത്ത് പിന്നെ നേരം വെളുത്ത്. അപ്പൊ നേരം വെളുത്തിട്ട് കണ്ടാ മതി. അല്ല അല്ലാതെ മതി, നേരം വെളുത്തിട്ട് കണ്ടാ മതി. ആ, കുഴപ്പമില്ല. അല്ല, കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞേ. അല്ല, നേരം വെളുത്തിട്ട് പോയാൽ ഞാൻ വെളുക്കുവേ. ചേട്ടാ, കയ്യിൽ കാശുമില്ലല്ലോ. അപ്പൊ വേണോ? ഇയാള് സിംഗപ്പൂര് പോയി.